ഞാൻ പറയാൻ കാരണം വെച്ചാല് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആ കുട്ടി വെളിപ്പെടുത്തിയ രണ്ടാളുണ്ട് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനത്തെ ഞാൻ അവരെ എടുത്തു ചെല്ലുമ്പോഴേക്കും അടുത്ത ആളുണ്ടായി. ഇത് നമ്മളടിയിൽ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ ഇരിക്കണ ഇതിലുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല. ഉണ്ട്, ഇവിടെ ഉണ്ടാവും. നമ്മളെ ഈ കൂട്ടത്തിൽ അത് ഞാൻ പറഞ്ഞ അത്രത്തോളം പറയാൻ കാരണം ഇവിടെ ഒന്ന് നീച്ചു നിന്ന് സംസാരിക്കുമ്പോഴേ ഞാൻ പറയാം. അങ്ങനെ ഉറപ്പുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇവിടെ ഉണ്ട്. ഞാൻ എന്റെ ഒത്തയും ഉറപ്പിച്ചോണ്ട് ഈ നാട്ടിൽ ഇപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരാൾക്കാർ ഉണ്ട്. അത്രത്തോളം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഗൗരവത്തിൽ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു ടീം ഉണ്ടായാൽ ആ ടീമിന്റെ അവസാനത്തെ പരസ്യമായിട്ടുള്ള ഒരു യോഗമാണ്. ഇനിയുള്ള യോഗങ്ങളും കൂടുതലും രഹസ്യമായി കൂടണം. എന്നിട്ട് ഇവരെ പിടിക്കണം. ഇവരെ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നതിന് അപ്പുറം ഇവരെ നമുക്ക് പിടിക്കാൻ പറ്റും. ഇതിൽ നിന്ന് വീണ് ഇതിൽ കഴിച്ചിലായി വരുന്ന എസ്കേപ്പായി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവരെ രഹസ്യങ്ങളും ഇവരെ റൂട്ടുകളും ഇവരെ കോഡുകളും ഒക്കെ തിരിച്ചറിയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, അടുത്ത നാടുകളുണ്ട്. അവരൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തും. പോലീസ് സംവിധാനങ്ങൾ, എക്സൈസ് സംവിധാനങ്ങൾ ഒക്കെ ഇതിന് സഹായത്തിനുണ്ട്. അപ്പൊ അതിന് ആ രീതിയിലുള്ള ഒരു അതുപോലെ തന്നെ വാട്സപ്പിൽ നമ്മൾ ഇങ്ങനെ സംഗതിയൊക്കെ സ്വകാര്യതയും ഇതൊക്കെ നല്ലതാണ്, അല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് പിന്നെ ലഹരി ഇതല്ലാത്തത് ഏത് ഈ മയക്കുമരുന്ന് ലഹരിയിലല്ലാത്ത മുഴുവൻ ആളുകളെയും മക്കളെല്ലാവരും ഓലും വന്നോട്ടല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഓലും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാവരും കൂടി ഉണ്ടെങ്കിലേ സംഗതി. ഇതിപ്പോ ഇന്നിപ്പോ ഈ കുട്ടിനെ കൊണ്ടുപോയിട്ടു നാളെ ഇതേമാതിരി ഒരു കുട്ടി വന്നാൽ ഈ 1.25 ലക്ഷം 2 ലക്ഷം ഉറുപ്പ ഉണ്ടാക്കി കൊടുക്കാൻ എന്നും കഴിയോ? എന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് വന്നപ്പോഴത്തെ ഇത് പെരക്കാർക്ക് അറിയില്ലേ. പെരക്കാർക്ക് ചില കുട്ടികളെന്ന് വെച്ചാൽ ശേഷിയില്ലാത്ത പെരക്കാരെ കയറാം. ഒന്നും ചെയ്യാൻ ഈ തള്ളന്റെ സ്ഥിതി അതന്നെ. അറ്റേക്ക് നിശ്ചയാവസ്ഥ ഇതാണ്, എന്താന്നുള്ളത് അറിയില്ല. ഒരു പോണോർക്കൊക്കെ മറ്റേ ഈ തള്ളക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ട് വേണം. 4-3 പേരില് പണിക്കുണ്ട് അതിൽ കിട്ടിയിട്ട് വേണം ചെലവ് കഴിയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് അവസ്ഥ. എന്താ ആഗ്രഹം ഉണ്ടാവും. ഒരു മക്കളാരും നമ്മളെ മക്കളെ കേടുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഇതുണ്ടാവില്ലല്ലോ. നമ്മളെ മക്കൾ നന്നായി പോയി ആണെന്നുള്ള നമ്മളെ ആഗ്രഹം. എന്താ വെച്ചാൽ അത് മനസ്സിലാക്കി മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അതേപോലെ ഇതിന്റെ കച്ചവടക്കാരാ നമുക്ക് എന്ത് ചെയ്യണം? ആ ലെവലിൽ ആദ്യം നമുക്കറിയുന്ന ആളുകളെ പരസ്പരം പറഞ്ഞ് നമ്മൾ എന്താ വെച്ചാല് ഓനെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം.